വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ മഹാനായ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിക്കുന്നതാണ്. അതിൽ ഒരാൾക്കും ഒരു വിട്ടുവീഴ്ചയുമില്ല, അതിൽ യാതൊരുവിധ തർക്കവുമില്ല, ഒരു സംശയവുമില്ല. ആ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊക്കെ വരാനുള്ളതാണ്. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല, എവിടെ വെച്ചാണ് നമ്മൾ മരിക്കുന്നതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പരീക്ഷണങ്ങൾ, ഒരു പരീക്ഷണത്തിന് പുറമെ മറ്റൊന്നെന്ന നിലയിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആപത്തുകളുടെ ഈ കാലഘട്ടത്തില്, ദുരന്തങ്ങൾ നിറഞ്ഞ ഈ കാലഘട്ടത്തില്, ദുരിതങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തില് ആശ്വാസത്തിന്റെ നിമിഷമല്ലയോ അങ്ങ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, എത്രയോ ആളുകൾ മരിക്കുന്നത് കാണുന്നവർ നാം. വാഹനാപകടത്തിൽപ്പെട്ട് മരിക്കുന്നവർ, പൊടുന്നനെ മരിക്കുന്നവർ, രോഗത്തോടെ മരിക്കുന്നവർ, രോഗമില്ലാതെ മരിക്കുന്നവർ, കാരണം കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ, എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ഈ കാലഘട്ടത്തില് നമ്മളൊക്കെ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് പ്രാർത്ഥനാ നിമഗ്നമായ മനസ്സുകളുമായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ, ഇന്ന് മനുഷ്യർ പടച്ച റബ്ബിനെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് അല്ലാഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ റോൾ മോഡൽ ആരാണ്? ഇന്ന് നമ്മൾ റോൾ മോഡൽ ആക്കുന്നത് ആരെയാണ്? ഇന്ന് നമ്മൾ റോൾ മോഡൽ ആക്കുന്നത് സിനിമാ നടന്മാരെയാണ്, സിനിമാ നടികളെയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ, ഇതല്ല. അല്ലാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ അത്യുത്തമമായ മാതൃകയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന, അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന പാതയിലൂടെ പിന്തുടരാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ പെരുന്തല്ലൂരിൽ ഈ പാതിരാ സമയത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അവസാന വിജയം മുത്തഖീങ്ങൾക്കാണെന്ന് പറയുമ്പോ, എന്റെ പെരുന്തല്ലൂരിലുള്ള പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കണമെന്നാണല്ലോ. വെറുതെ ഈമാനോടുകൂടെ മരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അതിനുവേണ്ടി അമല് ചെയ്യണം, അതിനുവേണ്ടി അമല് ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആഖിബത്ത് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, സ്വർഗത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. സുഗന്ധപൂരിതമായ സുന്ദരമായ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള അമലുകൾ നമ്മുടെ കയ്യിലില്ല, മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസുതാമന്നാനെ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള അമലുകൾ ഞങ്ങളുടെ കയ്യിലില്ല. അമലുകൾ കുറഞ്ഞവരാണ്, ഇൽമ് കുറഞ്ഞവരാണ്, ഇബാദത്തുകൾ കുറഞ്ഞവരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ,
ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് തെമ്മാടിത്തരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യനും മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടമാ. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ നമ്മളും ആരാരുമില്ലാത്ത 6 മണ്ണിലേക്ക് പോകേണ്ടവരല്ലേ? 6 കാലുള്ള കട്ടിലിൽ 6 മണ്ണിലേക്ക് ആരാരും അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക. ഒരൊറ്റ ശരീരവും അറിയുന്നില്ല അവനെവിടെ വെച്ച് മരിക്കുമെന്ന്. മനുഷ്യൻ ഇങ്ങനെ ഓരോ ആഗ്രഹവുമായി ദുനിയാവിൽ ജീവിക്കുകയാണ്. അതല്ലേ കവി പറയുന്നത്, ദിവസം നിനക്ക് സലാമത്തായി നീങ്ങുന്നേ, അതു കണ്ട് ചതിയിൽ പെട്ട് നീ കഴിയുന്നേ. അതിനിടയിലൊന്ന് മുസീബത്തായി പുലരുന്നേ, അതു നിന്റെ സകല പ്രതീക്ഷയും തകർക്കുന്നേ. മനുഷ്യൻ ഓരോ ആഗ്രഹങ്ങളുമായി ഈ ദുനിയാവിലെ സുഖരസങ്ങളിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിനെ മതി മറന്നുകൊണ്ട് ജീവിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മുടെ എല്ലാവിധ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്തുന്ന ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഒന്ന് ഓർക്കണേ, ആ ദിവസത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഹാർട്ട് പ്രവർത്തിക്കുന്നതെപ്പോഴാ? അത് പ്രവർത്തിക്കണമെങ്കിൽ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോ ഒരഭിപ്രായത്തിൽ ഞാൻ പറയുകയാ, 500 മലക്കുകളാണ് ഇത് പിടിക്കാനായിട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ്, 250 മലക്കുകൾ ഒരു കാലിന്റെ താഴ്ഭാഗത്ത് നിൽക്കുകയാ, മറ്റേ കാലിന്റെ താഴ്ഭാഗത്തും 250 മലക്കുകൾ നിൽക്കുകയാ. വളരെ സാഹസപ്പെട്ടുകൊണ്ട് അവർ പിടിക്കുകയാ. ആ പിടിക്കുന്ന സമയത്ത് ഈ ആത്മാവ് പിടിക്കപ്പെടുന്ന മനുഷ്യൻ അനുഭവപ്പെടുന്ന വേദന എന്താണെന്നറിയോ? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തങ്ങൾ വിവരിക്കുന്നത് കാണാം. പൊന്നുമോനെ, നമ്മുടെ കൂട്ടത്തിലൊക്കെ നല്ല ധൈര്യമുള്ളവരും നല്ല ശക്തിയുള്ളവരും ഏത് പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിയുന്നവരും അങ്ങനെയൊന്നും കഴിയാത്തവരുമുണ്ട്. പക്ഷേ ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, നല്ല ഒരു ഇരുമ്പിന്റെ മുള്ളാണി എടുത്തിട്ട് നമ്മുടെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ആ ഒരു ആണി അങ്ങോട്ട് തറച്ചു കയറ്റിയാൽ നമ്മൾ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുമോ? നമ്മൾ സമാധാനത്തോടുകൂടെ അവിടെ നിൽക്കുമോ? ഇല്ല, ഇല്ല. നമ്മൾ കൈകാലുകൾ ഇട്ടടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു പോകുന്നതാണ്, വാവിട്ട് നിലവിളിച്ചു പോകുന്നതാണ്. എന്തേ വല്ലാത്ത വേദനയാ, ആ സമയത്ത് വല്ലാത്ത വേദനയാണ്. അതിനുള്ള കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ആ ഒരു ആണി അങ്ങോട്ട് തറച്ചു കയറ്റുമ്പോ ആ സ്ഥലത്തുള്ള വേദനക്കുള്ള കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ഇരുമ്പിന്റെ മുള്ളാണ് നമ്മുടെ വിരലിലേക്ക് തറച്ചു കയറ്റുമ്പോ അത്രയും സ്ഥലത്ത് നിന്ന്, ആ സ്പേസിൽ നിന്ന് നമ്മുടെ ആത്മാവൊന്ന് മാറി നിൽക്കുകയാ. ആ സ്പേസിൽ നിന്ന് നമ്മുടെ ആത്മാവൊന്ന് മാറി നിൽക്കുന്ന വേദനയാണെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ ചെന്നിയിലൂടെ, അവന്റെ ചങ്കിലൂടെ, അവന്റെ ശരീരഭാഗത്തിന്റെ എല്ലാ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലത്തെ ആണികൾ തറച്ചു കയറുന്നത് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലാണ് വേദന അനുഭവപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഗസാലി ഇമാം തന്നെ പഠിപ്പിച്ചു തരികയാ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അവന്റെ 2 കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാണ്. അതെന്തിനാണെന്നറിയോ? അതെല്ലാം മറിച്ച് നമ്മുടെ മേൽഭാഗത്ത് നിന്നാണ് പിടിച്ചു തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് കിടക്കില്ല, നമ്മൾ ഒരു ഭാഗത്തിരിക്കില്ല. ഈ ദുനിയാവ് മൊത്തം വാവിട്ട് കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് നമ്മൾ ഓടുന്നതാ. നമ്മൾ അടങ്ങിയിട്ടൊരു ഭാഗത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൈകളിൽ നിന്ന് തുടങ്ങിയത്, കാലുകളിൽ നിന്ന് തുടങ്ങിയത്. അതിനു വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരെ.
ഒരാൾക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ, ഒരാൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്നാൽ അതവന്റെ മരണത്തിന്റെ വേദനയാണോ? അതവന്റെ മരണത്തിന്റെ വേദനയാണോ? അല്ല അല്ല, പേടിക്കേണ്ടതില്ല. അവന്റെ മരണത്തിന്റെ വേദനയല്ല, സക്കറാത്തുൽ മൗത്ത് അല്ല. മരണത്തിന്റെ വേദനയാണെങ്കിൽ ആ വേദന നമുക്ക് തുടങ്ങുന്നത് കൈകളിൽ നിന്നാണ്, കാലുകളിൽ നിന്നാ. അങ്ങനെ ആത്മാവ് പിടിക്കാൻ തുടങ്ങിയിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ 40 ടൺ യൂണിറ്റ് വേദനയാണെങ്കിൽ അതിനേക്കാളും അസഹ്യമായി നമ്മുടെ വേദന കയറി വരികയാ. നമ്മുടെ വേദന കയറി വരികയാ. നമ്മുടെ ഈ 2 ഷോൾഡറുകളില്ലേ, ഈ 2 ഷോൾഡറുകളും നമ്മിൽ നിന്ന് പിരിയുകയാണെന്ന് തോന്നുകയാ. ആ ഷോൾഡറിലുള്ള വേദന മെല്ലെ മെല്ലെ പതിയെ പതിയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ മോനെ, ഇത് നമ്മുടെ മരണമാണ്, ഇത് നമ്മുടെ മരണമാണ്, ഇത് നമ്മുടെ മരണമാണ്. നമ്മുടെ ഹുങ്കാരങ്ങൾ നിൽക്കുകയാണ്, എല്ലാ ശക്തിയും ക്ഷയിക്കുകയാ. ഈ ദുനിയാവിനോട് വിട പറയുകയാ. ഇല്ല ഇല്ല, ഇനി നമുക്ക് തിരുത്താൻ സമയമില്ല, ഇനി നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. ഈ ദുനിയാവിൽ അവസാനത്തെ ശ്വാസം വലിക്കുകയാ. അത് അവസാനത്തെ ശ്വാസം അങ്ങ് വലിക്കുമ്പോ മലക്കുകൾ വന്നിട്ട് നമ്മുടെ ആത്മാവിനെ ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഒരു നീരാളിപ്പിടുത്തം പിടിക്കുന്നതാ. ഹൃദയത്തിൽ ഒരു നീരാളിപ്പിടുത്തം പിടിക്കുന്നതാ. ഹൃദയത്തിൽ ഒരു നീരാളിപ്പിടുത്തം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും തന്നെ അവിടെ നിന്ന് മടങ്ങി വരൂല്ല. അതൊരിക്കലും തന്നെ മടങ്ങി വരൂല്ല, തിരിച്ചു വരൂല്ല. അപ്പോഴാണ് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം വരികയാണ്. എന്നിട്ട് നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു കൊക്ക കൊണ്ട് കൊളുത്തിയിട്ട് നമ്മുടെ ആത്മാവിനെ ചങ്കിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് നമ്മുടെ കണ്ണുകൾ മേൽപോട്ട് പോയിട്ടുണ്ട്, മൂക്ക് വികസിച്ച് പോയിട്ടുണ്ട്, നാവ് പരമാവധി പുറത്തേക്ക് വന്നിട്ടുണ്ട്, കൈകൾ തളർന്നു പോയിട്ടുണ്ട്, കാലുകൾ പിളർന്നു പോയിട്ടുണ്ട്, ശരീരം മുഴുവൻ ക്ഷീണിച്ചിട്ടുണ്ട്. ആ സമയത്ത്, മരിക്കുന്ന സമയത്ത് വല്ലാത്ത വിശപ്പാട്, വല്ലാത്ത ദാഹമാണ്. വിശപ്പിന്റെ കാഠിന്യമേറുമ്പോ ആ സമയത്ത് നമ്മുടെ ചുറ്റും നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്. മരണസമയത്തുള്ള നമ്മുടെ വിശപ്പിന്റെ കാഠിന്യം കാണുമ്പോ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തുകൊണ്ട് നമ്മൾക്ക് വായയിലേക്ക് വെള്ളം ഒഴിച്ചു തരികയാണ്. ഇല്ല സഹോദരാ, മതിയാവുകയില്ല, വെള്ളം ഇറങ്ങുന്നില്ല, അത് 2 ഭാഗത്ത് കൂടെ പുറത്തേക്ക് ഒലിച്ചു പോവുകയാ. എത്ര വെള്ളം കുടിച്ചാലും വിശപ്പ് തീരില്ല. സമുദ്രത്തിലുള്ള വെള്ളം കുടിച്ചാലും അവരുടെ വിശപ്പ് തീരില്ലെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. അവസാനം മരണാസന്നനായി നമ്മൾ കിടക്കുമ്പോ ആ സമയത്ത് നമ്മുടെ ഉമ്മ കരയുന്നുണ്ട്, നമ്മുടെ അരുമക്കിടാങ്ങളായ മക്കൾ കരയുന്നുണ്ട്, സ്വന്തം ഭാര്യ കരയുന്നുണ്ട്, എല്ലാവരും കരയുകയാ. ക്ഷമ വിട്ടു ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. ക്ഷമ വിട്ടു ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. പൊന്നുമോനെ പോവുകയാണോ? കൺമണിയെ വിട പറയുകയാണോ? എന്നാണ് പൊന്നുമോനെ ഇനി ഞാൻ നിന്നെ കാണുക? എന്നാണ് കൺമണിയെ ഇനി ഞാൻ നിന്നെ കാണുക? ഉമ്മാനെ വിട്ടുവിട പറയുകയാണോ? മുത്തം കൊടുത്ത കവിളിൽ മണ്ണ് വീടുകയാണോ? എന്നാണ് കൺമണിയെ നിന്നെ ഒന്ന് കാണുക? ഉമ്മ കരയുകയാണ്. അതാ മക്കളും ഓടി വരികയാണ്. അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ.
മക്കള് വന്നിട്ട് ഉപ്പാനെ വിളിക്കുന്നുണ്ട്, ഉപ്പാ ഉപ്പാ എന്ന് സ്നേഹത്തോടെ മക്കള് വിളിക്കുന്നുണ്ട്. പക്ഷേ അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. അവൻ കനങ്ങാൻ കഴിയുന്നില്ല, കയ്യനക്കാൻ കഴിയാതെ കാലനക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഖത്തിട്ട മുണ്ടും വന്ന് ചിലർ ഉയർത്തുന്നേ, കൈകെട്ടി മിണ്ടാതെന്ന് നീ കിടക്കുന്നേ. മുഖത്തിട്ട മുണ്ടും വന്ന് ചിലർ ഉയർത്തുന്നേ, കൈകെട്ടി മിണ്ടാതെന്ന് നീ കിടക്കുന്നേ. ആരൊക്കെയോ വന്ന് നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. മക്കൾ ഉപ്പാനെ വിളിച്ച് കരയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുണ്ട്, എല്ലാവരും കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാന സമയത്ത് അതാ അങ്ങനെ ആത്മാവങ്ങ് പുറത്തേക്കെടുക്കുമ്പോ, ആത്മാവങ്ങ് പുറത്തേക്കെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ വായയും ചങ്കുമെല്ലാം തുറന്നിട്ട് അതാ ആത്മാവങ്ങ് പുറത്തേക്കെടുത്തു നോക്കുമ്പോ ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള, ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് ഇങ്ങനെ കിടന്ന് പിടയുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തായ നബി മുഹമ്മദ് മുസ്തഫ മദീന മുനവ്വറയിൽ മണവാളനെ പോലെ ആ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നമ്മുടെ സ്വലാത്തുകൾ എത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. പെരുന്തല്ലൂരിലുള്ള പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദമുണ്ടല്ലോ, അവസാന സമയത്തുള്ള നിങ്ങളുടെ ശബ്ദമുണ്ടല്ലോ, മരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ശബ്ദമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറയാ, ആ സമയത്ത് നമ്മുടെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലുള്ള ശബ്ദമാണെങ്കിൽ നമ്മുടെ ആഖിബത്തിന്റെ ലക്ഷണം മോശമായ ലക്ഷണമാണ്, മോശമായ ലക്ഷണമാണ്. എങ്ങനെയാണെന്നറിയോ? മരിക്കുന്ന സമയത്ത് അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ. ചില ആളുകൾ മരിക്കുന്ന സമയത്ത് അലറലാണ് അലറുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് മരണത്തിന്റെ മോശമായ ലക്ഷണമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ. അറുക്കുന്ന സമയത്ത് ഒട്ടകം എങ്ങനെയാണോ അലറുക, അതുപോലെയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശബ്ദം ആ രീതിയിലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് ആഖിബത്തിന്റെ മോശമായ ലക്ഷണമാണ്. അവൻ നീചനായി മരിക്കാനുള്ള ലക്ഷണമാണ്, അവൻ നരകത്തിലേക്കുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും മരണത്തിന്റെ നല്ല ലക്ഷണം ഏതാ? മരണത്തിന്റെ നല്ല ലക്ഷണം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ സമയത്ത് അവരുടെ നെറ്റിത്തടം ഇങ്ങനെ വിയർക്കുന്നതാണ്, അവരുടെ നെറ്റിത്തടം വിയർക്കുന്നതാണ് എന്ന് മാത്രമല്ല അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നതാണ്. ഇത് മരണത്തിന്റെ നല്ല ലക്ഷണമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർത്തിട്ടുണ്ടോ? അത് മരണത്തിന്റെ നല്ല ലക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടോ? മരണത്തിന്റെ നല്ല ലക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിഞ്ഞാൽ ഉമ്മമാരെ, ഉപ്പമാരെ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് ചൊല്ലിയിട്ട് ഒരാൾക്ക് മരിക്കാൻ
കഴിഞ്ഞാൽ ദഖലൽ ജന്ന ദഖലൽ ജന്ന, ആ മനുഷ്യൻ പിന്നെ സ്വർഗ്ഗത്തിലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് അവരെ സ്വർഗ്ഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക? അതും അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതാ മലക്കുകൾ സ്വർഗ്ഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അതാ ഖുർആനിൽ ആയത്ത് ഓതിയിട്ട് ആ അടിമകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിഞ്ഞ, ആഖിബത്ത് നന്നായി മരിക്കാൻ കഴിഞ്ഞ ആ അടിമകളെ സ്വർഗ്ഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാ. യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സന്തോഷമുള്ള സമാധാനമുള്ള ആത്മാവേ, കടന്നു വരിക, സ്വർഗത്തിലേക്ക് കടന്നു വരിക, സ്വർഗത്തിലേക്ക് കടന്നു വരിക, സുന്ദരമായ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് മലക്കുകൾ സ്വാഗതം ചെയ്യുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല. അതിനു വേണ്ടി അമൽ ചെയ്യണം, ഇബാദത്ത് എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നുവല്ലോ. ജഗന്തിയന്താവായ പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്തു തന്നത്. പെരുന്തല്ലൂരിൽ ഈ പാതിരാ സമയത്ത് ഒരുമിച്ച് കൂടിയ ഈ ആത്മീയ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നില്ലേ? പക്ഷേ വലം തുഅദ്ദൂ ശുക്റഹാ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറയാൻ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ പറയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇന്ന് നമുക്ക് സമയമില്ലാതെ പോവുകയാണല്ലോ. എല്ലാവിധ തെമ്മാടിത്തരങ്ങൾക്കും നമുക്ക് സമയമുണ്ട്, പക്ഷേ ഇബാദത്ത് എടുക്കാൻ മാത്രം നമുക്കിന്ന് സമയമില്ലാതെ പോകുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചിട്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ഏകനായ റബ്ബിന്റെ മുന്നിൽ ജീവിതത്തിന്റെ സമാധാനം പറയാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ നിനക്ക് തന്ന ആയുസ് നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന സമ്പത്ത് നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന വിജ്ഞാനം നീ എന്ത് ചെയ്തു? നിനക്ക് തന്ന ശരീരത്ത് നീ എന്ത് ചെയ്തു എന്നല്ലാഹു ചോദിക്കുന്ന വിചാരണയുടെ ഹിസാബിന്റെ ദിവസമുണ്ടല്ലോ. ആ ദിവസം മറന്നു പോകണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, തഅറുജുൽ മലായിക തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ഒരു ദിവസത്തിന് 50000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയാ. ഒരു ദിവസത്തിന് 50000 ദിവസത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറയാ. ഈ ദുനിയാവിൽ നമുക്കിന്നിവിടെ ഒരു ദിവസത്തിന് 24 മണിക്കൂറിന്റെ ദൈർഘ്യമാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എവിടത്തെ കാര്യമാ പറയുന്നത്? എവിടെ നടക്കുന്ന കാര്യമാ പറയുന്നത്? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ, സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം മഹ്ശറ. അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മഖ്ബറ. ദുർമാർഗികളെ ക്ഷണിക്കുന്നതന്ന് ജഹന്നമാ, സന്മാർഗികൾക്കെന്നുള്ള ഭവനം സ്വർഗമാ. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോ, താഴെ ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ തറിയിൽ പേടിച്ചരണ്ട് നിൽക്കുമ്പോ, കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ
دكا وجاء ربك والملك صفا صفا മുമ്പിൽ മലക്കുകളെല്ലാം സഫ് സഫുകളായി നിൽക്കുകയാ. പേടിച്ച രണ്ട് മാൻപേടയെ പോലെ, സിംഹക്കൂട്ടിൽ അകപ്പെട്ട മാൻപേടയെ പോലെ നമ്മൾ ഓരോരുത്തരും എങ്ങനെ നിൽക്കുകയാണ്. നാല് ഭാഗത്തും വിഹ്വലത, മുകളിൽ ചൂട്, താഴെ ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ തറയിൽ പേടിച്ച രണ്ട് നിൽക്കുമ്പോ ആ സമയത്താണ് ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ അതാ നരകത്തിന്റെ അഹുലുകാരായ ആളുകൾ ആ കത്തിക്കാളുന്ന നരകത്തെ കാണുകയാ. നരകത്തെ കാണുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്കുള്ള ആളുകളെ ഇങ്ങനെ വിളിക്കുകയാ. അല്ലാഹു വിളിക്കുകയാ നരകത്തിലേക്കുള്ള ആളുകളെ. എവിടെ നിസ്കാരം ഉപേക്ഷിച്ചവരെവിടെ? കള്ളു കുടിച്ച് നടന്നവരെവിടെ? ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടന്നവരെവിടെ? എവിടെ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവരെവിടെ എന്ന് നരകത്തിലേക്കുള്ള ആളുകളെ ഇങ്ങനെ വിളിക്കുമ്പോ ആ സമയത്ത് കത്തിക്കാളുന്ന നരകത്തെ മനുഷ്യൻ കാണുമ്പോ ആ സമയത്ത് അല്ലാഹുവിനോട് ഈ മനുഷ്യൻ പറയും, എത്ര അല്ലാഹുവേ, ദുനിയാവിൽ നല്ലത് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ, റബ്ബേ ദുനിയാവിൽ നല്ലത് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ നരകത്തിലേക്ക് കടക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നല്ലോ തമ്പുരാനേ. അതാ പറഞ്ഞത്, സുഹൃത്തേ, നിനക്കന്നാണ് ചിന്ത വരുന്നത്, അന്നുള്ള ചിന്തക്കെന്തു ഫലമാണുള്ളത്. ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാ പ്രിയപ്പെട്ടവരെ? ഒരു കാര്യവുമില്ല. അല്ലാഹു അതാ നരകത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്കിടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഓർഡർ മലക്കുകളോട് വന്നിട്ട് മലക്കുകൾ ആ നരകത്തിലേക്കുള്ള ആളുകളെ നരകത്തിലേക്കിടാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരുമ്പോഴാണ് ആ സമയത്താണ് യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖീ വഫസീലതിഹി التي تؤذيه ومن في الأرض جميعا ثم ينجيه كلا إنها لظى. നരകം മനുഷ്യൻ കാണുമ്പോ ആ സമയത്ത് അവന് നരകത്തിൽ വീഴുമെന്ന് ഉറപ്പാകുമ്പോ, അതാ മനുഷ്യൻ നരകത്തിൽ വീഴുമെന്ന് ഉറപ്പാകുമ്പോ യവദ്ദുൽ മുജ്രിമു ആ സമയത്ത് അവർ ആഗ്രഹിക്കുമത്രേ, തെമ്മാടികളായ ആളുകൾ ആ സമയത്ത് ആഗ്രഹിക്കുമത്രേ, ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ പടച്ചവനെ, ലൗ യഫ്തദീ, എന്നെ ഒന്ന് രക്ഷിക്കുമോ തമ്പുരാനെ. ഇതൊന്നും ഈ ജാബിറിന്റെ വാക്കുകളല്ല, ഇതൊക്കെ ഖുർആനാണ്, ഇത് പടച്ച റബ്ബിന്റെ ഖുർആനാണ്. അല്ലാഹു പറയുകയാണ് സൂറത്തുൽ മആരിജിലൂടെ, നരകം കാണുമ്പോ മനുഷ്യൻ പറയും, എത്ര ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അന്നേരം മനുഷ്യൻ പറയും, എത്ര എന്നെ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷിക്കുമോ? എനിക്ക് പകരമായി എന്റെ മക്കളെ ഈ നരകത്തിലേക്ക് ഇട്ടുതരാ, എനിക്ക് പകരമായി എന്റെ മക്കളെ ഞാൻ ഈ നരകത്തിലേക്ക് ഇട്ടുതരാ. അങ്ങനെയെങ്കിൽ എന്നെ ഒന്ന് നരകത്തിന്റെ ഈ ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് മനുഷ്യൻ അല്ലാഹുവിനോട് പറയുമ്പോ, ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ അരുമക്കിടാങ്ങളായ മക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹത്തോടെ താലോലിച്ച് വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് കാണുമ്പോ, ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ വെച്ച് മഹ്ശറയിൽ വെച്ച് കാണുമ്പോ അവിടെ പരസ്പരം തിരിച്ചറിയാത്ത കാലഘട്ടമാണ്. ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല. ആ കാലഘട്ടത്തിൽ നിൽക്കുമ്പോ സ്വന്തം ഉപ്പയാണ് പറയുക, മക്കളെ പിടിച്ചിട്ട് പറയും, എത്ര എന്റെ മക്കൾ ഈ നരകത്തിലേക്ക് ഇട്ടിട്ട് എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കുമോ അല്ലാഹുവിനോട് ഈ മനുഷ്യൻ പറയുമ്പോ തീർന്നിട്ടില്ല.
അവന്റെ പ്രിയപ്പെട്ട ഉമ്മ അവന്റെ ചാരത്തുണ്ട്. കത്തിക്കാളുന്ന നരകത്തിൽ ഈ മനുഷ്യൻ വീടുമെന്ന് ഉറപ്പാകുമ്പോ ആ സമയത്ത് ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് പറയുമത്ര അല്ലാഹ് എന്റെ ഉമ്മാനെ ഞാൻ നരകത്തിലേക്ക് ഇട്ടുതരാ, അങ്ങനെയെങ്കിൽ എന്നെയൊന്ന് ഈ അദാബിൽ നിന്ന് രക്ഷിക്കുമോ അവന്റെ പ്രിയപ്പെട്ട കുടുംബക്കാർ അവന്റെ ചാരത്തുണ്ട്, അവന്റെ ഭാര്യ അവന്റെ ചാരത്തുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോ ഇവനെ പറയുമത്ര അല്ലാഹുവേ ഇവരെ നരകത്തിലേക്ക് ഇട്ടിട്ട് എന്നെയും നീ നരകത്തിൽ നിന്ന് ഈ അദാബിൽ നിന്ന് രക്ഷിക്കുമോ അല്ലാഹ്. സ്ത്രീകളാണെങ്കിലോ അവര് പറയുമത്രേ അല്ലാഹുവേ എന്റെ ഭർത്താവിനെ പകരം തരാം, ഉപ്പാനെ പകരം തരാം, ഉമ്മാനെ പകരം തരാം, മക്കളെയൊക്കെ നരകത്തിലേക്ക് ഇട്ട് തരാം, അങ്ങനെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കുമോ എന്ന് ഓരോരുത്തരും പറയുമ്പോ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലാഹു മലക്കുകളോട് പറയുമത്ര മലക്കുകളെ ഖുദൂഹു ഫഉല്ലൂ ثم الجحيم صلوه പിടിക്കവനെ ഫഉല്ലൂഹു എന്നിട്ട് പിടിച്ച് കെട്ടവനെ ثم الجحيم صلوه എന്നിട്ട് അവനെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക, നരകത്തിലേക്ക് വലിച്ചെറിയുക. എന്താണ് അവൻ പറയുന്നത്? അവന്റെ മക്കളെ നരകത്തിലേക്ക് ഇട്ട് തരാമെന്നോ, ഉമ്മാനെ പകരം തരാമെന്നോ, ഉപ്പാനെ പകരം തരാമെന്നോ, മക്കളെ നരകത്തിലേക്ക് ഇട്ടിട്ട് അവൻ രക്ഷപ്പെടണമെന്നാണോ അവന് പറയുന്നത്? ഇല്ല ഇല്ല, അല്ലാ തസിറു വാസിറതു വിസ്റ ഉഖ്റാ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് അവൻ മാത്രമാണ്, അതല്ലാതെ മറ്റുള്ളവരെ പകരം തരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഒരു കാര്യവുമില്ല. അതാ അങ്ങനെ അല്ലാഹു നരകത്തിലേക്ക് ഇടുകയാ, മലക്കുകൾ നമ്മളെ നരകത്തിലേക്ക് ഇടുകയാണ്. എങ്ങനെയാ ഇടുന്നതെന്നറിയോ? ഫയുഅഖദു ബിന്നവാസി വൽ അഖ്ദാം. അവരുടെ കഴുത്തിൽ ഒരൊറ്റ പിടുത്തമാണ്, ഒരൊറ്റ ഞെരുക്കമാണ്. എന്ന് മാത്രമല്ല അവന്റെ രണ്ട് കൈകാലുകളും അങ്ങ് പിടിച്ചിട്ട് നല്ല ഉണക്ക ചുള്ളി വറകൊടിക്കുന്നത് പോലെ ഒരൊറ്റ ഒടിക്കലും കൊടിച്ചിട്ട് സുമ്മൽ ജഹീമ കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഒരൊറ്റ എറിയലാണ്, ഒരൊറ്റ വലിച്ചെറിയലാണ്. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നരകത്തിന്റെ അവസ്ഥ വല്ലാത്ത ഭീകരം തന്നെയാണ്, വല്ലാത്ത ഭയാനകത നിറഞ്ഞതാ. അല്ലാഹുവാണ് കരുണാമക്കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാ. ആരാ പറയുന്നതാരാ? ആരാ പറയുന്നതാരാ? എന്നെയും നിങ്ങളെയും പച്ച മണ്ണിൽ നിന്നും പടച്ചെടുത്ത പടച്ച റബ്ബ് പറയുകയാ, വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറയുകയാ, ഏതൊരു സമയത്ത് നിങ്ങൾ എന്നെ സ്മരിച്ചാലും ആ സമയത്തല്ല നിങ്ങളെ ഞാൻ ഓർക്കുമെന്ന് അല്ലാഹു പറയുമ്പോ എന്ന് മാത്രമല്ല ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്തു കഴിഞ്ഞാൽ, നന്ദിയുള്ള അടിമകളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ലഅസീദന്നകും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യുമെന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പടച്ച, ജിന്നിനെ പടച്ച, പറവയെ പടച്ച, പർവ്വതങ്ങളെ പടച്ച, എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംരക്ഷിച്ച് ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്ത് മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന അല്ലാഹു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ വല്ല കാര്യങ്ങൾ കൊണ്ടുവരിക, മജ്ലിസുന്നൂർ കൊണ്ടുവരിക, മജ്ലിസുന്നൂർ കൊണ്ടുവരിക, മജ്ലിസുന്നൂർ കൊണ്ടുവരിക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മഹാനായ തങ്ങൾ പാണക്കാട് സെയ്ദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ, അത് ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത റാഹത്താണ്, മനസ്സിന് വല്ലാത്ത സമാധാനമാണ്, വല്ലാത്ത കുളിർമയാണ്. എല്ലാ ടെൻഷനും മാറും, പ്രതിസന്ധികൾ പ്രയാസങ്ങൾ മാറുന്നതാ. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മളൊക്കെ അനുഭവമുള്ളവരാണല്ലോ. എത്രയോ അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ മഹാനായ തങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ. ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളില്ല, പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല.
എപ്പോഴും റാഹത്താണ്, സന്തോഷമാ എന്റെ പ്രിയപ്പെട്ടവരെ. എന്ന് മാത്രമല്ല ഒരു ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒരുപാട് ശ്രേഷ്ഠതയുള്ള, ഒരുപാട് പവറുള്ള ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇനി സദസ്സിൽ വന്നിട്ടും ഈ ഒരു ഉപകാരവും ഈ വയലിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും എഴുന്നേറ്റ് പോകരുത്. നല്ലൊരു ദിക്റാണ് പറഞ്ഞു തരുന്നത്, നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇതിന്റെ അത്ഭുതം വളരെ വലുതാണ്, ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ദിക്റാണ്. മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രനായ സാലിം റളിയല്ലാഹു അൻഹു ആയിരുന്നു വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവന്നിരുന്ന സാലിം റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ശത്രുക്കൾ തടവിലാക്കിയപ്പോൾ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട് കൊടുമ്പട്ടിണിയിലായി, വല്ലാത്ത ദാരിദ്ര്യത്തിലായി, ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നേരെ ചെല്ലുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് ചെന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത പ്രശ്നമാണ്, ഞങ്ങളുടെ വീട് കൊടും പട്ടിണിയിലാണ്, വല്ലാത്ത ദാരിദ്ര്യത്തിലാണ്, എന്റെ പൊന്നുമോൻ സാലിം തടവിലാണ് നബിയെ, വീട്ടിലേക്ക് ഇപ്പോൾ ഭക്ഷണം കൊണ്ടുവന്നു തരാൻ ആരുമില്ല. എന്താണ് നബി, ഒരു പോംവഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തൊരു മറുപടിയുണ്ട്. ഔഫ് ബിൻ മാലിക്, അക്സിറു ദിക്റ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ഒരുപാട് പതിവാക്കി, ഒരുപാട് ചൊല്ലിക്കോ ഔഫ് ബിൻ മാലിക്. ഇത് പറഞ്ഞിട്ട് മഹാനായ ഔഫ് ബിൻ മാലിക് തങ്ങൾ പാതിരാ സമയത്ത് വീട്ടിലേക്ക് ചെന്നിട്ട് പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോ മഹാനവറുകളും പ്രിയപ്പെട്ട ഭാര്യയും അള്ളാഹുവിന് വേണ്ടി ദിക്ർ ഇങ്ങനെ നിരന്തരം ചൊല്ലുകയാണ്, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി അവസാനം രാവിലെ നോക്കുമ്പോ അതാ വല്ലാത്ത അത്ഭുതം കാണുകയാണ്, വീട്ടുമുറ്റത്ത് വല്ലാത്ത അത്ഭുതം കാണുകയാണ്. എന്താണ് അത്ഭുതം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സാലിം റളിയല്ലാഹു തആല അൻഹുവിനെ തടവിലാക്കിയ ശത്രുക്കൾ തന്നെ പരസ്പരം മദ്യപിച്ചുകൊണ്ട് അവർ പരസ്പരം പോരാടാൻ തുടങ്ങി, ഓരോരുത്തരായി മരിക്കാൻ തുടങ്ങി. സാലിം റളിയല്ലാഹു അൻഹു അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്നു മാത്രമല്ല, ആ വീട്ടുമുറ്റത്ത് ധാരാളം ആടുകളും ഒട്ടകങ്ങളും ഇങ്ങനെ വരിയായി നിരന്ന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതേവരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞിരുന്ന വീട് അന്ന് മുതൽ ഏറ്റവും വലിയ കോടീശ്വരന്റെ വീടായി മാറുമ്പോ ഇതിന്റെ പവർ ചെറുതല്ല, ഇതിന്റെ മഹത്വം ചെറുതല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളെ ഹൗഖൽ ചൊല്ലണേ, ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ, ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ, സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ, സ്വർഗത്തിലെ നിധി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കടങ്ങൾ മാറണോ, പ്രയാസങ്ങൾ മാറണോ, പ്രതിസന്ധികൾ മാറണോ, എല്ലാം മാറിയിട്ടും മനസ്സിന് സമാധാനം കിട്ടണോ, ചൊല്ലിക്കോളൂ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, ഒരു സന്ദർഭത്തിന് വേണ്ടി, ഒരു സംരംഭത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആ സമയത്ത് നമ്മൾ ചൊല്ലണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ദിക്ർ ഒന്ന് ചൊല്ലിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി, ആ യാത്രയിൽ തന്നെ വലിയൊരു റാഹത്തായിരിക്കും. എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അള്ളാഹുവിന്റെ പരിപൂർണ സംരക്ഷണത്തിലാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് തവക്കൽതു അലല്ലാഹ്
അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അപകടം ആ യാത്രയിൽ ഉണ്ടാവൂല, ഒരു അപകടം ഉണ്ടാവൂല. തിരൂരങ്ങാടിയിൽ നടന്നൊരു സംഭവം നമ്മളൊക്കെ അറിഞ്ഞുവല്ലോ. CCTV-യിൽ പതിഞ്ഞൊരു ദൃശ്യമാണ്. എന്താണ് സഹോദരങ്ങളെ ആ സംഭവം? സഹോദരിമാരെ നമ്മളൊക്കെ അറിഞ്ഞുവല്ലോ. ഒരു ഉസ്താദ് രാവിലെ മദ്രസയ്ക്ക് പോകുമ്പോ റോഡ് ക്രോസ് ചെയ്തിട്ട് ഉസ്താദ് ബൈക്കിലാണ്. അങ്ങനെ ഉസ്താദ് റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ കടക്കുമ്പോ ബാക്കിൽ നിന്നൊരു കാറ് നല്ല സ്പീഡിലാണ് വരുന്നത്. ആ കാർ അങ്ങ് ഇടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ ജീവൻ തന്നെ പോകുമായിരുന്നു. കാരണം ഉസ്താദും ആ കാറും നേരെയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കാർ അങ്ങ് ഇടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ ജീവൻ പോകുമായിരുന്നു. പക്ഷെ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ആ ഉസ്താദിന്റെ അടുത്തെത്തിയിട്ട് ആ കാർ കറങ്ങി അവിടെ നിന്നു. ആ ഉസ്താദിന്റെ മേത്ത് ഒരു പോറൽ പോലും ഏറ്റില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവരോ, ആ ഉസ്താദിന് ഒന്നും തന്നെ സംഭവിച്ചില്ല ആ സമയത്ത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ സംഭവമൊക്കെ നടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഉസ്താദ് ഒരു വോയിസ് പറയുന്നുണ്ട്. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഈ ദിവസം ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചൊല്ലാറുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് മാത്രമല്ല, ഹദ്ദാദ് റാത്തീബിലെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇതൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. അതൊക്കെ ചൊല്ലിയിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതെന്ന് ആ ഉസ്താദ് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചെല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അറിയാത്ത മാർഗത്തിൽ നമ്മുടെ കടങ്ങൾ മാറുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് അല്ലാഹു തരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചെല്ലൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു 3 സ്വലാത്ത് ചൊല്ലിം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الله സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പറഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് മരണം എന്ന വിഷയമാണല്ലോ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞുവല്ലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇതൊന്നും എന്റെ വാക്കുകളല്ല, ഇത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്. അവിടുത്തെ വഫാത്ത് തന്നെ വല്ലാത്ത അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? അവിടുത്തെ വഫാത്ത് തന്നെ വല്ലാത്ത അത്ഭുതമല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായി കിടക്കുമ്പോ മറ്റു ഭാര്യമാരുടെ എല്ലാം പൊരുത്തം വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവിയുടെ അരികിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആയിഷ ബീവിയുടെ അരികിലേക്ക് എത്തി. അങ്ങനെ ആയിഷ ബീവി പറയുകയാണ് റളിയല്ലാഹു അൻഹ, മരിക്കുന്ന സമയത്ത്, വഫാത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ചൂടാണ്, ശക്തമായ ചൂടാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു തുണി എടുത്തിട്ട് ആ തുണി തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട നെറ്റിത്തടത്തിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ആ വെള്ളത്തുള്ളികളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടാകും. അത്രയും വലിയ ചൂടായിരുന്നു വഫാത്തിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ചതെന്ന് മഹദിയായ ആയിഷ ബീവി പറയുമ്പോ, മദീനത്തെ പള്ളിയിലൊക്കെ സ്വഹാബത്ത് വന്നിട്ട് വല്ലാത്ത വിഷമത്തിലായി. അല്ലാഹ്, ഞങ്ങളുടെ റസൂലുള്ളാഹിക്ക് എന്താണ് സംഭവിക്കുന്നത്? അല്ലാഹുവേ, ഞങ്ങൾ എന്താണ് ഈ കാണുന്നത്? അവർക്കൊക്കെ വല്ലാത്ത വിഷമമായി. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ സാമീപ്യം പോലും നേരിട്ട് കിട്ടിയ സ്വഹാബത്താണ് അവരൊക്കെ.
അവരുടെയൊക്കെ വിഷമം എത്രയാ പ്രിയപ്പെട്ടവരെ. അവരവരുടെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും എല്ലാത്തിനേക്കാളും അവർ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും അങ്ങനെ പറയുന്നവരാണ്. അല്ലാഹു തആല അത്തരത്തിലുള്ള ആശിഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അള്ളാഹിന്റെ റസൂലിന് രോഗമാണെന്ന് അറിഞ്ഞപ്പോ, വല്ലാത്ത പനിയാണെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് മലക്കുകൾ അള്ളാഹിന്റെ റസൂലിനെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്നു. ഒരുപാട് മലക്കുകൾ വന്നു. അള്ളാഹിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കാണ്. ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കാണ്. തൊട്ടടുത്ത് പൊന്നുമോൾ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത് ചാർത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്നാണ് വാതിലൊരു മുട്ട് കേട്ടത്. വാതിലൊരു മുട്ട് കേട്ടു. പെട്ടെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ വാതിലിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ ആരാണ്? നിങ്ങൾ പിന്നീട് സന്ദർശിക്കാൻ വന്നാൽ മതി. ഉപ്പാക്ക് ഇപ്പോ വല്ലാത്ത അസുഖം കൂടിയിരിക്കുകയാണ്. ഉപ്പാന്റെ അസുഖം മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് വന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഫാത്തിമ ബീവി ആ ഉപ്പാന്റെ അരികിൽ തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ അരികിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ ഫാത്തിമ ബീവി വന്നപ്പോ ചോദിച്ചു, ഫാത്തിമ മൻ ബിൽ ബാബിയ ഫാത്തിമ, ആ വാതിലിന്റെ അരികിൽ ആരാണ് വന്നത്? ഫാത്തിമ ആരാണ് വന്നത്? ഫാത്തിമ. ഫാത്തിമ ബീവി പറഞ്ഞു, അതൊരു സന്ദർശകനാണ് യാ റസൂലല്ലാഹ്. ഉപ്പ അതൊരു സന്ദർശകനാണ്. അപ്പൊ മുത്ത് റസൂൽ ചോദിച്ചു, എന്നിട്ട് ആ സന്ദർശകൻ എവിടെ? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഉപ്പ ഞാൻ അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഉപ്പാക്ക് വല്ലാത്ത അസുഖമാണ്, നിങ്ങൾ പിന്നീട് കാണാൻ വന്നാ മതി. മാറുകയാണെങ്കിൽ ശിഫയാവുകയാണെങ്കിൽ പിന്നീട് കാണാൻ വന്നാ മതി എന്ന് പറഞ്ഞപ്പോ, അവരോട് പോകാൻ പറഞ്ഞപ്പോ അദ്ദേഹം പോകുന്നില്ല. പോകാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാണ്. ഞാൻ അവരോട് പോകാൻ പറഞ്ഞപ്പോ പോകുന്നില്ല. പോകാതെ അദ്ദേഹം അവിടെ ഇങ്ങനെ നിൽക്കാണ്. എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നെ നോക്കുമ്പോ എന്റെ ശരീരത്തിൽ നിന്നും എന്റെ തൊലിയൊക്കെ ഉരിഞ്ഞു പോകുന്ന ഒരു വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് യാ റസൂലല്ലാഹ്. അപ്പൊ മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ ആ വന്ന ആൾ ആരാണെന്നറിയോ? അതാരാണെന്നറിയോ? ഫാത്തിമ അതൊരു സന്ദർശകനൊന്നുമല്ല, അതൊരു സന്ദർശകനൊന്നുമല്ല. ഫാത്തിമ ഹാദാ അസ്റായീൽ. മോളെ ഫാത്തിമ, വാതിലിന്റെ അരികിൽ വന്നു നിൽക്കുന്നത് അസ്റായീലാണ്. അതുകൊണ്ട് ഫഫ്തഹീ ലഹുൽ ബാബ്, അതുകൊണ്ട് വാതിൽ തുറന്നു കൊടുക്കണേ പൊന്നുമോള്. ഇത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിയുടെ കൈകൾ വിറക്കുകയാണ്. കണ്ണിൽ നിന്നും കണ്ണുനീര് വരികയാണ്. ഏതൊരു മകളും കരയൂലേ? പ്രിയപ്പെട്ട ഉപ്പാന്റെ മുമ്പിലതാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമ വന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഫ്തഹീ ലഹുൽ ബാബ്. പൊന്നുമോളെ ഫാത്തിമ, അതുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാമിന് വാതിലൊന്ന് തുറന്നു കൊടുക്കണേ പൊന്നുമോളെ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് വാതിൽ തുറന്നു കൊടുക്കാൻ ഫാത്തിമ ബീവിയോട് പറയുമ്പോ അതാ കൈകൾ വിറച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് വല്ലാത്ത വ്യസനത്തോടെ ഫാത്തിമ ബീവി വാതിൽ തുറക്കുകയാ. അതാ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മീയ സങ്കേതമാകുന്ന ആ കുടിലിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സലാം പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാം വാതിൽ തുറന്നപ്പോൾ ഉള്ളിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. മുത്ത് റസൂൽ സലാം മടക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സലാം മടക്കി അല്ലാഹുവിന്റെ റസൂൽ അസ്റായീൽ അലൈഹിസ്സലാമിനെ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു. അസ്റായീൽ ഇവിടെ വരൂ അസ്റായീൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അസ്റായീൽ വന്നതിന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ വന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഒരുപാട് മലക്കുകൾ, ഞാൻ ഈ രോഗിയായി കിടക്കുമ്പോൾ ഒരുപാട് മലക്കുകൾ എന്നെ സന്ദർശിക്കാൻ വന്നു. നിങ്ങളും അതുപോലെ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ? അതല്ല എന്റെ റൂഹ് പിടിക്കാൻ വന്നതാണോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു,
നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നതാണോ അതല്ല റൂഹ് പിടിക്കാൻ വന്നതാണോ ഇത് ചോദിച്ചപ്പോ അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നേ വരെ ഒരാളെയും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. അള്ളാഹു എന്നെ അതിന് അനുവദിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങയുടെ മുമ്പിലേക്ക് അള്ളാഹു എന്നെ അയച്ചപ്പോൾ അള്ളാഹു എനിക്ക് തന്നത് മറ്റൊരു നിർദ്ദേശമാണ്. ഉമിർതു ബിക അന്നകൂന ബിക റഹീമാ വശഫീഖാ വറഊഫാ. അങ്ങയുടെ മുമ്പിലേക്ക് അള്ളാഹു എന്നെ അയച്ചപ്പോ അള്ളാഹു എനിക്ക് തന്നത് മറ്റൊരു നിർദ്ദേശമാണ്. ഇതേവരെ അള്ളാഹു എനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം തന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു നിർദ്ദേശം അള്ളാഹു എനിക്ക് തരികയുമില്ല. യാ റസൂലല്ലാഹ്, ഇന്നവരെ അള്ളാഹു എനിക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നിട്ടില്ല, ഇനി അങ്ങനെ തരാനും പോകുന്നില്ല. എന്താണ് ആ നിർദ്ദേശം? എന്താണ് അള്ളാഹു പറഞ്ഞത്? മുത്തുനബി എന്ത് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി എന്താണോ പറയുന്നത് അതേപോലെ ചെയ്താൽ മതി. അള്ളാഹിന്റെ റസൂൽ റൂഹ് പിടിക്കണ്ട എന്നാണോ പറയുന്നത്? എന്നാ റൂഹ് പിടിക്കണ്ട. അതല്ല, റൂഹ് പിടിക്കാനാണോ പറയുന്നത്? എന്നാൽ റൂഹ് പിടിച്ചോളൂ. ഇതാണ് അള്ളാഹു എനിക്ക് തന്ന മറുപടി, ഇതാണ് അള്ളാഹു എനിക്ക് തന്ന നിർദ്ദേശമെന്ന് അസ്റായിൽ അലൈഹിസ്സലാം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അപ്പോ ഞാനിപ്പോ റൂഹ് പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ തിരിച്ചു പോവോ? അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അതെ, ഞാൻ തിരിച്ചു പോകും നബിയെ, തിരിച്ചു പോകും. അതാണ് അള്ളാഹു എനിക്ക് തന്ന നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ തിരിച്ചു പോവുകയാണെങ്കിൽ എന്റെ റൂഹ് പിടിക്കാതെ തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി എത്ര വർഷം ജീവിക്കാം? നൂഹ് നബി ജീവിച്ചത്രയും ജീവിക്കാം. അപ്പോ 1000-ഓളം വർഷമുണ്ട്, അത്രയും ജീവിക്കാമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ 1000-ഓളം വർഷം. അള്ളാഹുവിന്റെ റസൂലിന് 63 വയസ്സാണ്. ഇനി വേണമെങ്കിൽ 937 വർഷം വേണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് ജീവിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ എന്താണ് മറുപടി പറയുന്നത്? ഇതിങ്ങനെ കാത്തിരിക്കാണ് അസ്റായിൽ അലൈഹിസ്സലാം. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറയുക? ഇതിങ്ങനെ കാത്തിരിക്കുമ്പോ അതാ ഏറെ വൈകാതെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി വരികയാണ്. അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുകയാണ്, വേണ്ട അസ്റായീൽ, അള്ളാഹു അനുവദിച്ച് തന്നതിനപ്പുറം ഒരു സെക്കൻഡ് പോലും എനിക്ക് വേണ്ട അസ്റായീൽ. അള്ളാഹു അനുവദിച്ച് തന്നതിനപ്പുറം ഒരു സെക്കൻഡ് പോലും ഈ ദുനിയാവിൽ ഞാൻ അധികം ആഗ്രഹിക്കുന്നില്ല അസ്റായീൽ. എന്തായാലും ഒരു നാൾ അള്ളാഹുവിന്റെ അടുക്കൽ പോകണ്ടേ, പടച്ച റബ്ബിനെ കണ്ടുമുട്ടണ്ടേ അസ്റായീൽ. അതുകൊണ്ട് ഫഖ്ബിൽ റൂഹി, അതുകൊണ്ട് എന്റെ റൂഹ് പിടിക്കണേ, എന്റെ റൂഹ് പിടിക്കണേ അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂൽ റൂഹ് പിടിക്കാൻ സമ്മതം കൊടുക്കുമ്പോ മദീന അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പ്രിയപ്പെട്ടവര്, മദീന അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പ്രിയപ്പെട്ടവര്. അതാ ആയിഷ ബീവി കരയുകയാണ്, കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എന്റെ റസൂലുള്ളാഹ്, എന്റെ ഹബീബുള്ളാഹ്. ആയിഷ ബീവിയും കരയുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ മലക്കുകളെല്ലാം സുജൂദിൽ വീണിട്ട് അവരുടെ വിഷമം അറിയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പിടിക്കാൻ അനുവാദം കൊടുത്തപ്പോ അസ്റായീൽ അലൈഹിസ്സലാം അതാ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. ആ ശറഫാക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കാലിൽ നിന്നും റൂഹ് പിടിക്കാൻ തുടങ്ങി, കാലിൽ നിന്നും റൂഹ് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അതാ റൂഹ് പിടിക്കാൻ തുടങ്ങിയിട്ട് ലമ്മാ വസലത് ഇലാ റുക്ബതൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട 2 കാൽമുട്ട് വരെ റൂഹെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ കണ്ണ് തുറക്കുകയാണ്, കണ്ണ് തുറക്കുകയാണ്. വ അന്ന മറദ്ദനാ ഇലല്ലാഹ്, വ അന്ന
മറദ്ദനാ ഇലല്ലാഹ്. ഇതങ്ങ് വിളിച്ച് പറയുകയാണ്. വീണ്ടും റൂഹ് പിടിക്കുകയാണ്. വീണ്ടും റൂഹ് പിടിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ നാഭി വരെ റൂഹ് എത്തിയപ്പോൾ വീണ്ടും റൂഹ് പിടിച്ച് ലമ്മാ വസലത് ഇലാ സദ്രിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട നെഞ്ച് വരെ റൂഹ് പിടിച്ചെത്തിയപ്പോ, അതാ ശറഫാക്കപ്പെട്ട നെഞ്ച് വരെ റൂഹ് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ആ മുത്ത് റസൂൽ വീണ്ടും കണ്ണ് തുറക്കുകയാ. അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂലതാ ഇത് പറഞ്ഞപ്പോ വീണ്ടും അതാ റൂഹ് പിടിക്കുകയാണ്. അതാ അല്ലാഹുവിന്റെ റസൂലിന് വേദനിക്കുന്നുണ്ടോ എന്ന് നോക്കി മെല്ലെ മെല്ലെ റൂഹ് പിടിക്കുമ്പോ അവസാനം റൂഹ് പിടിച്ച് മെല്ലെ മെല്ലെ റൂഹ് പിടിച്ചിട്ട് അവസാനം ഈ തൊണ്ടക്കുഴി വരെ തൊണ്ടയിലേക്ക് റൂഹെത്തുമ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തൊണ്ടയിലേക്ക് റൂഹെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയാസം കൂടിയതുപോലെ, മുത്ത് റസൂലിന് വിഷമം അനുഭവപ്പെട്ടതുപോലെ, പ്രയാസം കൂടിയതുപോലെ അല്ലാ മുത്ത് റസൂൽ ആ സമയത്ത് വല്ലാത്ത വേദന അനുഭവപ്പെട്ടതുപോലെ തോന്നിയപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ച് പറയുകയാണ്, വാ കർബാ വാ കർബാ അസ്റായീൽ, മരണത്തിന് എന്തോ ഒരു വേദനയാണ് അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മരണത്തിന് വല്ലാത്ത വേദന തന്നെയാ, മരണത്തിന് വല്ലാത്ത വേദന തന്നെയാണ്, വല്ലാത്ത വേദന തന്നെയാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് വിളിച്ചു പറഞ്ഞപ്പോ തൊട്ടടുത്തിരിക്കുന്ന കരളിന്റെ കഷ്ണമായ മുത്ത് റസൂൽ വല്ലാതെ സ്നേഹിക്കുന്ന പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഓടി വരികയാ, കരഞ്ഞുകൊണ്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ കരഞ്ഞുകൊണ്ട് പറയുകയാ, വാ കർബാ വാ കർബാ ലികർബികൽ യൗമ യാ അബാ. എന്റെ ഉപ്പാന്റെ വേദന കണ്ടിട്ട്, എന്റെ ഉപ്പാന്റെ വേദന കണ്ടിട്ട്, എന്റെ ഉപ്പാന്റെ വഫാത്ത് കാണുമ്പോ ഈ പൊന്നുമോള് ഫാത്തിമാക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ. ഈ ഫാത്തിമാക്ക് ഇത് കണ്ടിട്ട് താങ്ങാൻ കഴിയുന്നില്ല ഉപ്പാ, സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ. എന്റെ ഉപ്പാന്റെ വേദന എത്രത്തോളമാണ്. അതാ ഫാത്തിമ ബീവി അതാ തളർന്നു വീടുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോളെ ആശ്വസിപ്പിക്കുകയാണ്, യാ ഫാത്തിമ ലാ കർബ അലാ അബീകി ബഅദൽ യൗം. ഫാത്തിമ, ഇന്നത്തെ ഈ ദിവസം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദനയില്ലല്ലോ ഫാത്തിമ, പിന്നെ എനിക്ക് വിഷമങ്ങളില്ലല്ലോ ഫാത്തിമ. അതുകൊണ്ട് വിഷമിക്കല്ല മോളെ, വ്യസനപ്പെടല്ല മോളെ, ആവലാതിപ്പെടല്ല മോളെ. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട
മുഖമതാ വലത് ഭാഗത്തേക്ക് ചെരിയുകയാണ്. സുബ്ഹാനല്ലാഹ്. വലത് ഭാഗത്തേക്ക് അങ്ങ് ചെരിയുമ്പോ അതാ വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുകയാ. ആ മുഖത്ത് നിന്ന് വല്ലാത്ത ശോഭ വരികയാ, വല്ലാത്ത പ്രകാശം വരികയാ. ആ മുത്തുനബിയുടെ മുഖത്ത് നിന്ന് വല്ലാത്ത പ്രകാശം വരികയാ. അവസാനമായിട്ട് അതാ മുത്തുനബി വിളിച്ചു പറയുകയാണ്, അർ-റഫീഖുൽ അഅ്ലാ, അർ-റഫീഖുൽ അഅ്ലാ, അർ-റഫീഖുൽ അഅ്ലാ. ഇത് പറഞ്ഞിട്ട് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് നമ്മുടെ റൂഹിയായ, നമ്മുടെ പരിശുദ്ധനായ നമ്മുടെ ഉപ്പ നമ്മളെ വിട്ടു പോയേ ഉമ്മ, നമ്മളെ വിട്ടു പോയി ഉപ്പ. പെരുന്തല്ലൂരിലുള്ള പ്രിയപ്പെട്ടവരെ, ഇതും കൂടെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലങ്ങതാ ഈ ലോകത്തോട് വിട പറയുകയാ. സുബ്ഹാനല്ലാഹ്. കേട്ടവർ കണ്ണീരൊഴുക്കി കരയുകയാ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. എൻ്റെ റസൂലുള്ളാഹ്, എനിക്ക് കരുണ എന്താണെന്ന് പഠിപ്പിച്ചു തന്ന എൻ്റെ റസൂലുള്ളാഹ്, എൻ്റെ സ്ഥാനം ഈ ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത എൻ്റെ റസൂലുള്ളാഹ്, എൻ്റെ ഹബീബുള്ളാഹ്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാ. ഊരിപ്പിടിച്ച വാളുമായി വരികയാണ്. ഊരിപ്പിടിച്ച വാളുമായി വന്നിട്ട് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രകോപിതനാവുകയാണ്. അതാ ഉമർ തങ്ങൾ വിളിച്ചു പറയുന്നു, എൻ്റെ റസൂലുള്ളാഹ് വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എൻ്റെ റസൂലുള്ളാഹ് വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഈ ഉമറിന്റെ വാൾത്തുമ്പിൽ പിടയും, ഈ ഉമറിന്റെ വാൾത്തുമ്പിൽ പിടയുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ സുബ്ഹാനല്ലാഹ്. ഈ സന്ദർഭമൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ഉമർ തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഉമറേ കരയല്ലേ, ഉമറേ കരയല്ലേ, ഉമറേ പ്രകോപിതനാകല്ലേ, ഉമറേ ശാന്തനാവൂ ഉമറേ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ്. നമ്മുടെ റസൂലുള്ളാഹിക്ക് പോകാൻ സമയമായപ്പോ അല്ലാഹു വിളിച്ചപ്പോ പോയതല്ലേ, അല്ലാഹു വിളിച്ചപ്പോ പോയതല്ലേ ഉമറേ. ഇത് കേട്ടപ്പോ മാനസികമായി തളർന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് തങ്ങളുടെ ശരീരത്തിലേക്ക് അങ്ങ് വീടുകയാ. അതാ തളർന്നു വീടുകയാ. അപ്പൊ എൻ്റെ റസൂലുള്ള എന്നെ വിട്ടു പോയോ? ഈ ഉമറിനെ തനിച്ചാക്കിയിട്ട് എൻ്റെ റസൂലുള്ള പോയോ? ഈ ഉമറിനെ തനിച്ചാക്കിയിട്ട് അങ്ങ് പോയോ നബിയേ, അങ്ങ് പോയോ യാ റസൂലല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയായിരുന്നവരുടെയൊക്കെ സങ്കടം, എത്രയായിരുന്നവരുടെയൊക്കെ വിഷമം. ഇതാണ് ഹുബ്ബ്, ഇതാണ് ഈമാനിന്റെ പവർ.